ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് 18-ാം തീയതിയിലെ തലേ ദിവസം രാത്രി 10:00-ക്ക് ശേഷമുള്ള കലാപരിപാടികളാണ് കേട്ടോ. പിറ്റേ ദിവസം എൻ്റെ 5-ാം മാസ ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അമ്മ തലേ ദിവസം നെയ്യപ്പത്തിന് വേണ്ടിയുള്ള ബാറ്റർ ഉണ്ടാക്കുന്ന ക്ലിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ 5-ാം മാസ ചടങ്ങിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പോയൊരു മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ കുട്ടി മെഹന്തി? അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ഒരു 5:05 ആയപ്പം അമ്മേനെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ ആദ്യം ഈ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചതാണ് കേട്ടോ ഇത്. അതിന് ശേഷം ബാക്കി നെയ്യപ്പമൊക്കെ അമ്മയാണ് ചുട്ടത്. ഈ 5-ാം മാസം ആകുന്ന ടൈമിൽ ഇങ്ങനെ നെയ്യപ്പമൊക്കെ ചുടാറുണ്ട് കേട്ടോ. എല്ലാവരും അത് ചെയ്യണമെന്നില്ല, ചിലവർ ചെയ്യാറുണ്ട്. നമ്മൾ നാത്തൂനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ കട്ടനും പിന്നെ നെയ്യപ്പവും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചടങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് നാത്തൂന് വിളക്കിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ പൂവൊക്കെ പറിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, 5-ാം മാസത്തിൻ്റെ ചടങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ നാത്തൂന് നമ്മൾ 5-ാം മാസം ചടങ്ങ് വീഡിയോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് പ്രോപ്പറായിട്ടുള്ള 5-ാം മാസ ചടങ്ങ് വീഡിയോ വന്നിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കും. ഞാനിവിടെ ഐക്കാട്ടിക്ക് എടുത്തേക്കാവേ. സാധാരണ 5-ാം മാസ ചടങ്ങ് നടത്തുന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചടങ്ങ് നടത്തിയിരുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഷേൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു 5 മാസം ഇപ്പോൾ ആയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ചടങ്ങ് മുടങ്ങണ്ട എന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ആ ചടങ്ങ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയും അനീഷേൻ്റെ അനിയനും അനീഷേനും മാത്രം ഉൾപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. പലഹാരങ്ങൾ വന്നിട്ട് മടക്ക് സേവ, അച്ചപ്പം, മുറുക്ക്, നെയ്യപ്പം, അതുപോലെ തന്നെ മുന്തിരിക്കൊത്തും. നെയ്യപ്പം നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ആദ്യമേ കണ്ടു കാണും. അപ്പോൾ എൻ്റെ തലേദിവസം ഇട്ട മെഹന്തിയൊക്കെ അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഞാൻ സെറ്റ് മുണ്ടുമായിരുന്നു കേട്ടോ ഉടുത്തിട്ടുണ്ടായിരുന്നത്. പല കളർ കോമ്പിനേഷൻ വരുന്ന സെറ്റ് മുണ്ടുമായിരുന്നു. എനിക്ക് സെറ്റ് മുണ്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പല കളർ കോമ്പിനേഷനാണ്. അത് മാത്രമല്ല ഈ സെറ്റ് മുണ്ടിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുറേ കളറിൽ തുഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി ചടങ്ങിലേക്ക് കിടക്കാം.
ഫംഗ്ഷനിലെ താരം വന്നിട്ട് നമ്മൾ അൻവിക്കുട്ടിയായിരുന്നു കേട്ടോ. അൻവിക്കുട്ടി എല്ലാവരും പലഹാരം നമുക്ക് തരുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അൻവി മോളും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്ത പോലെ അവളും ഓരോ പലഹാരം എടുത്ത് മുറിച്ചാണ് കേട്ടോ നമുക്ക് തരുന്നത്. പാവം ചിലതൊക്കെ അവൾക്ക് മുറിക്കാൻ പാടായിരുന്നു, ഈ മുന്തിരിക്കൊത്തൊക്കെ. എന്നിട്ടും കുഞ്ഞ് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ചടങ്ങെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ചേട്ടനും അനിയനും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു, അവർക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു നൂലിട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അൻവിക്കുട്ടിയും അമ്മയും കൂടെ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണമെല്ലാം കഴിച്ചിപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അൻവിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും വട്ടത്തിനിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ ഇങ്ങനെ ബ്രദർ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ കോള്. സാധാരണ എൻ്റെ എല്ലാ ഫംഗ്ഷനിലും എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ചേട്ടനാണ് കേട്ടോ. അങ്ങനെ ചേട്ടനെ വീഡിയോ കോൾ വിളിച്ച് നമ്മളെല്ലാവരും സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ചായ കുടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പോകാൻ ടൈമായി, അവർ ഊബർ ബുക്ക് ചെയ്തു. ഇനി സാറ്റർഡേ ചേച്ചി ഇങ്ങ് വരും. അപ്പോൾ ഇവിടെ ഒരു അബദ്ധം പറ്റിയത്, നമുക്ക് 2 ഊബർ ഒത്തു വന്നു. ഒന്ന് താഴത്തെ നൂലിയാട്ട് വീട്ടുകാർ വിളിച്ച ഊബറായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗായ്സ് എൻ്റെ ഒരു കുട്ടി 5ാം മാസ ചടങ്ങ് വീഡിയോ വന്നിട്ട്. ചടങ്ങിൻ്റെ വീഡിയോ മാത്രമല്ല, ഇന്നത്തെ ഒരു ഡേയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ രാത്രിയിലത്തെ ഫുഡ് ഇതൊക്കെയായിരുന്നു കേട്ടോ. നല്ല സാമ്പാറും പുളിശ്ശേരിയും. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അനീഷേൻ്റെ അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അനീഷേൻ്റെ മാമൻ്റെ മോളുടെ കല്യാണം ഉറപ്പിക്കൽ ചടങ്ങായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കിങ്ങനെ സദ്യയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കുശാലായിരുന്നു. പിന്നെ ഒരു പായസം കൂടെ കഴിച്ച് ഞാൻ പോയി കിടന്നു തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ ഈ ഒരു കുട്ടി 5ാം മാസ ചടങ്ങ് വീഡിയോ വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.